നിഷ്കളങ്കയായ ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴാത്ത ഒരൊറ്റ മുറി പോലും ഉണ്ടാവില്ല ഈ തറവാട്ടില്. പടിയിറങ്ങുന്നതും ചങ്ക് പിടയുന്ന വേദനയുമായിട്ടാ. ആരൊക്കെ അതിന് കാരണമായോ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും ഈശ്വരൻ. നോക്കിക്കോ പൽപ്പിനി, വരും നാളുകളില് ഏറ്റവും അധികം പശ്ചാത്തപിക്കാൻ പോകുന്നത് നീയാ. ആ സമയത്ത് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ഒരു മഹാഭാവിയുമൊത്ത് കഴിയാൻ ഇനി ഈശ്വരൻ അവസരമൊരുക്കില്ല. ഭർത്താവായി പോയി, ഇല്ലെങ്കിൽ എന്നെ ചങ്ങല കിട്ടേനെ. നാളെയാണ് വിവാഹമല്ലേ? അത് നടക്കില്ലേ വേണുട്ടാ? നടക്കില്ലേ എന്ന് ശിവ പറഞ്ഞോ? പറയുന്നതിനെ ശിവയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഓ, ഞാൻ അത്രയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് വേണുട്ടാ, ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി. പ്രാർത്ഥന അതിലൊന്നും ഒരു കാര്യമില്ല നന്ദനെ. ദൈവങ്ങൾക്കൊക്കെ ഇപ്പൊ വലിയ തിരക്കാണെന്ന് തോന്നുന്നു. പാവപ്പെട്ട മനുഷ്യന്റെ കാര്യങ്ങള് വായിച്ചറിയാൻ കഴിയാത്തത്ര തിരക്ക്. നാളെ മുഹൂർത്ത സമയത്ത് വേണുവട്ടം കണ്ടു, മായയുടെ ഭർത്താവിന് മറ്റൊരുവളുടെ കഴുത്തിൽ താലി കെട്ടാനാവില്ല. ആ സമയത്ത് വിഷം തീണ്ടിയിട്ടാണെങ്കിലും അവള് മരിക്കും. വേണുവട്ടന്റെ അനിയത്തിയുടെ താലി മുറിക്കാൻ ഇറങ്ങി പുറപ്പെട്ടോള്. ഒരിക്കലും നടക്കാത്തൊക്കെയാ നന്ദനെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ പഴക്കിനവൾ കാണാതെ എന്റെ യാത്രയൊന്നും മുടക്കിത്താ നന്ദനെ. എന്റെ മായമോളുടെ ഭർത്താവ് മറ്റൊരുവളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ എനിക്ക് വയ്യ. അത്രയും കരുണെങ്കിലും കാട്ടാൻ നിന്റെ ബോസിനോടൊന്ന് പറ പ്ലീസ് നന്ദനെ. അയാളോട് എന്തെങ്കിലും പറയുന്നതും പാറപ്പുറത്തിട്ട് ഒരയ്ക്കുന്നതും സമമാ. നല്ലത് പറയാൻ ചെന്നാ പറയുന്നവരെയും പ്രതിയാക്കും. പിന്നെ നമ്മുടെ ഈ കൂടിക്കാഴ്ച പോലും ഉണ്ടാവില്ല. അപ്പോ ആ ദുഷ്ടനൊപ്പം പോവുക, എല്ലാം കാണുക. എന്റെ മായ ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു നിശ്ചയമില്ല. അവള് മരണത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാവോ? കെട്ടുതാലി നഷ്ടപ്പെടുമ്പോ ഏതൊരു പെണ്ണും അങ്ങനെ ആഗ്രഹിക്കില്ലേ? എങ്കിൽ അച്ഛൻ, പിന്നാലെ അമ്മ, ഇപ്പൊ എന്റെ കുഞ്ഞനിയത്തിയും. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ വേണുട്ടാ. ചേട്ടന്റെ മായ്ക്കൊന്നും സംഭവിക്കില്ല. സംഭവിച്ചു പോയാലോ? അതിന് നിമിത്തമാവുന്നത് ഞാൻ തന്നെയല്ലേ? എത്രയോ തവണ നിന്നോട് ഞാൻ പറഞ്ഞു, യാചിച്ചു, മരണതുല്യമായി ഈ ജീവിതം ഒഴിവാക്കി തന്നിട്ട് എന്നെ ഒന്ന് ശാന്തമായി ഉറങ്ങാൻ അനുവദിക്കാൻ. അത് കേൾക്കില്ല, ആരും കേൾക്കില്ല. നീ ഇതുവരെ ഉറങ്ങില്ലേ? എനിക്കിന്ന് അങ്ങനെ പെട്ടെന്ന് ഉറങ്ങാൻ കഴിയുമോ അപ്പോട്ടാ? അപ്പോട്ടനെ കാണണം, കുറേ നേരം സംസാരിച്ചിരിക്കണം. ഇനിയൊരു പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിലോ? നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാം. കേട്ട് തഴമ്പിച്ചതൊന്നും ദയവായി നീ എന്നെ കേൾപ്പിക്കല്ലേ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇങ്ങനെയൊരു മുൻവിധി ആയാലോ? കേട്ട് പഴകിയതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. പറയാൻ പോകുന്നതൊക്കെ കേൾക്കേണ്ട കാര്യങ്ങളാ. കുറച്ചുകൂടി വ്യക്തമാക്കിയ നാളെ മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോകുന്ന ഭർത്താവിന് ഭാര്യയുടെ വക ഉപദേശങ്ങൾ. ലോകത്തൊരു സ്ത്രീക്കും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാവില്ല. സിനിമയിലും സീരിയലിലും ഒന്നും കാണാനും കഴിയില്ല ഇങ്ങനൊരു രംഗം. കണ്ടാലൊട്ട് ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല. കൂടുതൽ ദീർഘിപ്പിക്കണ്ട, പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. ഓ, സമയം വൈകി, ഉറങ്ങണമായിരിക്കും. വിവാഹച്ചെറുക്കനല്ലേ, ഉറക്കം നിന്ന ക്ഷീണമുഖത്ത് നിഴലിക്കും, ഗ്ലാമർ കുറയും. ഇതാണോ ഭാര്യ ഭർത്താവിന് തരുന്ന ഉപദേശങ്ങള്? അല്ല, പറയാൻ ഉദ്ദേശിച്ചത് നല്ല കാര്യങ്ങളാ.
അപ്പോട്ടൻ ഇവിടെ വന്നിരിക്കുവോ? ഇവിടെ എൻ്റെ അടുത്ത്. അതിനും കഴിയില്ല അപ്പോട്ടന്. അപ്പോട്ട, നാളെ മുതൽ അപ്പോട്ടൻ പുതിയൊരു ജീവിതം തുടങ്ങാം. ജീവിതത്തിൽ എന്ന് സ്നേഹിച്ചിരുന്ന ആളെ സ്വന്തമാക്കാൻ പോവുക. ആര്യ എന്നെ പോലല്ല, നല്ല തൻ്റെ ഉള്ളവളാ. അപ്പോട്ടിന് താങ്ങായി നിൽക്കാൻ കേൾപ്പുള്ളവൾ. ഒന്നിക്കേണ്ടവർ ഒന്നിക്കുമ്പോഴെങ്കിലും ശാന്തി സമാധാനം ഉണ്ടാവണം. നമ്മുടെ കല്യാണശേഷം മനസമാധാനം അനുഭവിക്കുന്ന ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നും ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഓട്ടം, സ്വയം ശപിച്ചുകൊണ്ടുള്ള ജീവിതം, അതൊക്കെ മാറണം. എന്നും എന്നും ആര്യയുടെ നല്ല ഭർത്താവായി ആര്യയ്ക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ താലോലിച്ച് സന്തോഷത്തോടെ ജീവിതം ജീവിച്ചു തീർക്കണം. ഒരിക്കലും വരില്ല പോട്ടാ. മനഃപൂർവ്വം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ വഴി മാറിപ്പോയിക്കോളാം. എന്നാലും ഞാൻ അപ്പോട്ടിനോട് പ്രാർത്ഥിക്കും, മനസ്സുരുക്കി. എന്നും അപ്പോട്ടിന് നല്ലത് മാത്രം വരുത്തണമെന്ന്. ആ അവകാശം നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അപ്പോട്ടിനായിരിക്കും ഞാൻ പറഞ്ഞതൊക്കെ കേട്ട് മനസ്സ് നൊന്നിട്ടുണ്ടാവും. മനുഷ്യനായ പറഞ്ഞ വാക്ക് പാലിക്കണം, അതാ അന്തസ്. അതിന് ഞാനിപ്പോ ഒന്നും ഓർമ്മയില്ല. ഇത്തരം സന്ദർഭങ്ങളില് മറവി തന്നെ നല്ല മരുന്ന്. ഒന്ന് ഓർത്തു നോക്കിയേ, കഴിഞ്ഞ രാത്രിയിൽ കരഞ്ഞു കാല് പിടിച്ച് എന്നോട് പറഞ്ഞത് എന്താന്ന്? പണം മുഴുവൻ കിട്ടിയ കയ്യിലോട്ട് വെച്ച് തരുമത്രേ. എന്നിട്ട് എവിടെ പണം? ഓ അതാണോ? അതെ, അത് തന്നെ. തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ വിളിച്ചു കൂവും. നീ എന്നെ കൊല്ലാൻ ശ്രമിച്ച കഥ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. വാക്ക് തന്നെങ്കിൽ അത് പാലിക്കാനും എനിക്കറിയാം. നാളെയല്ലേ കല്യാണം. അപ്പോ അതിരാവിലെ പോകുന്നതിന് മുമ്പ് കയ്യിലേക്ക് വച്ചു തരാന്ന് കരുതി മുഴുവൻ പണവും. മുഴുവനും വേണമെന്നില്ല, 10,000 5,000 എടുത്തോ, വഴിച്ചെലവിന് ഉപകരിക്കും. പള്ളിക്കലെ വസ്തു വിറ്റ് കിട്ടിയ ഭിക്ഷയെന്ന് ഒരു ചില്ലി കാശ് പോലും എനിക്ക് വേണ്ട. അത് അനുഭവിക്കേണ്ടവൾ നീ തന്നെ. എന്നാ നിന്ന് വാചക കസർത്ത് നടത്താതെ അതെടുത്തതാ. കഴിഞ്ഞ രാത്രി ഇതേ സമയത്താ നീ എന്റെ കഴുത്തിറക്കാൻ കറിക്കത്തിയുമായി വന്നത്. അതേ സമയത്ത് തന്നെ പണവും കൈമാറുന്നു. എന്താ? ഇതാ എണ്ണി തിട്ടപ്പെടുത്തിക്കോ. അതിന്റെ ആവശ്യമില്ല, മുഴുവൻ തുകയും കാണും. എന്റെ മായക്കുട്ടി അത്രയ്ക്ക് സത്യസന്ധയല്ലേ. പിന്നെ ഒരു കാര്യം, ഇന്നത്തോടെ ഈ ചൂതുകളി അവസാനിപ്പിച്ചോണം. മനുഷ്യന്റെ ജീവിതം വച്ചിട്ടുള്ള ചൂതുകളി.
നിർത്തി. ഇന്നത്തോടെ സകലതും നിർത്തി. ഒന്നുമില്ലേലും ഞാൻ ഇനിയൊരു ഭാര്യയല്ലേ, ആ ബോധം കൂടെ ഉണ്ടാവണമല്ലോ. ഉണ്ടായാൽ മാത്രം പോരാ, എല്ലാ അർത്ഥത്തിലും ഭാര്യയാവണം. അപ്പുവേട്ടനെന്നും സന്തോഷം മാത്രം നൽകണം. മായ കൊടുത്ത പോലെ സന്തോഷം കൊടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും കൊടുക്കാം, കഴിവിന്റെ പരമാവധി. എന്നാ ഞാനിപ്പോ പോട്ടെ. പണം കിട്ടിയോണ്ടായിരിക്കും നന്നായിട്ട് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. ഇങ്ങനെയുണ്ട് ജന്മങ്ങള്, ഓർത്തി തീരാത്ത ജന്തു. നിൽക്ക. കല്യാണ പെണ്ണിനെന്താ ഉറക്കമില്ലേ? നേരം പാതിരാത്രി കഴിഞ്ഞു. കല്യാണം ആയോണ്ടായിരിക്കും എന്തോ ഉറക്കം വരുന്നില്ല. ഇനി അങ്ങോട്ട് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഉറങ്ങണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാലും ഉറക്കം വരില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും കണ്ണീരോടെ യാചനയോടെ നിൽക്കുന്ന ഒരു പാവം പെണ്ണിന്റെ രൂപം. ശ്ശോ, എന്തൊരു കഷ്ടാ ഇത്. കല്യാണത്തിനോ പങ്കെടുക്കുന്നില്ല, എന്നാ പിന്നാലെ നടന്നിങ്ങനെ ശാപവാക്കെങ്കിലും പറയാതിരുന്നൂടെ? ഇത് ശാപമല്ല, ഒരച്ഛന്റെ വേദനയാ. നീ പേടിക്കണ്ട. നാളെ മുതൽ ഈ വേദനയും ശാപവും ശാസനയും ഒന്നും നിനക്ക് കേൾക്കേണ്ടി വരില്ല. അതിനായി ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ആര് പറഞ്ഞു ഉണ്ടാവില്ലാന്ന്? അപ്പുവിന്റെ അച്ഛൻ എവിടെയും പോവാൻ പോകുന്നില്ല. ജീവിതകാലം അത്രയും ഇവിടെ തന്നെ ഉണ്ടാവും, കുടുംബത്തിന്റെ നാഥനായിട്ട് നെഞ്ചുമിരിച്ച്. അതിനും എനിക്ക് വിലക്കേർപ്പെടുത്താൻ വല്ല പ്ലാനും ഉണ്ടോ? ആ ഉണ്ട്. എന്ന് വെച്ചാ അവിടെ മായ ഒറ്റപ്പെടണമെന്ന് മനസ്സിലിരിപ്പ് കൊള്ളാം. നീ ഇവിടെ കയറി വന്നപ്പോ നിന്റെ സംസാരവും പ്രകടനവും ഒക്കെ കണ്ടപ്പോ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പു വരുത്തി വെച്ച ബാധ്യത തീർക്കാനായി നീ കളിക്കുന്ന നാടകമാണ് നിന്റെ ഈ തൻ്റെ ഇടമെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ച ഞാനൊരു വിട്ടി. നിന്റെ മനസ്സിൽ പൊന്നും പണവുമായിരുന്നില്ല, അപ്പു തന്നെയായിരുന്നു. അതെ, അപ്പു തന്നെ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോഴെന്താ, ഞാൻ ആഗ്രഹിച്ചത് നേടിയില്ലേ? നേടി, വളരെ സമർത്ഥമായി നേടി. ഇനിയിപ്പോ രോഗശയ്യയിൽ കിടക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് ഏത് സമയത്തും ഭർത്താവുമൊത്ത് എഴുന്നള്ളാമല്ലോ. അതെന്റെ സ്വപ്നമായിരുന്നച്ചാ. ഇത്രയും കാലത്തെ മോഹമായിരുന്നു.